ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എന്താണിപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് നോക്കാം. എന്താണിപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസ്? ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള കാർഡുകൾ ക്യൂൻ ഓഫ് കപ്സ്, 8 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് സോർഡ്സ്, ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് കപ്സ്, 4 ഓഫ് വാൻസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൂളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇമോഷണലി കൂടുതലും എല്ലാ കാര്യങ്ങളെയും ഇമോഷണലി കെട്ടിയിടപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇമോഷനാണ് ഇവിടെ ഓവർ റോൾ ചെയ്യുന്നത് നിങ്ങളെ. അതുകൊണ്ട് തന്നെ നിങ്ങളുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാരണം സ്വന്തം കഴിവുകൾക്ക് മേലെ ഇമോഷനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമോഷണലി കെട്ടിയിടപ്പെട്ടിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങൾ പോലും നിങ്ങൾ കാണുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പല അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതിൽ നിന്നൊക്കെ, അതായത് സ്വയം പല പല കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ സ്വയം കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ഓപ്പൺ ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ സ്വയം കൈയും കണ്ണും ഒക്കെ കെട്ടിയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം സ്ട്രെങ്ത് ഉള്ള, ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും അതിനെ നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ടാണ് കാണുന്നത്. ആ വീക്ക്നെസ്സിൻ്റെ കെട്ട് ഇവിടെ അഴിക്കാനാണ് പറയുന്നത്. എങ്കിലാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഈ മിററിൽ കാണാം കെട്ടിയിട്ടുള്ള ആളാണ് ഈ ഒരു വാട്ടർ ഇതിൽ കാണുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്ന് പറഞ്ഞത് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ സ്വയം അതിനെ തിരിച്ചറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനും എല്ലാത്തിലും ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുക. മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കുള്ള എന്തൊക്കെ കഴിവുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനെയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കാണാതെ അതിനെ ഓപ്പണായിട്ട് ഫ്രഷ് ഐയോടുകൂടി ഒബ്സർവ് ചെയ്ത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സത്യത്തിൽ ഉറച്ചു വിശ്വസിക്കാനും എന്താണ് സത്യം എന്ന് തിരിച്ചറിയാനും സ്വയം അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കാനും പറയുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയൊരു പാത നിങ്ങളിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ആ ഒരു അവസരം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നതും. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റും നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ക്ലാരിറ്റിയെ നിങ്ങൾ തിരിച്ചറിയാനാണ്. നിങ്ങളുടെ ഹയർ സെൽഫ് എന്താണ് പറയുന്നതെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുന്നില്ല. അത് കേൾക്കാനാണ് പറയുന്നത്. അതൊരു റീകോളാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള റീകോളാണ്. ഇതുവരെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ നിങ്ങൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരവസരമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇന്നറായിട്ടുള്ള സ്ട്രെങ്ത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. അതായത് നമ്മളുള്ള പഴയ കാര്യങ്ങൾ, ഇപ്പോൾ പാമ്പൊക്കെ എന്താ പറയുക, അതിൻ്റെ സ്കിന്ന് കളയുന്നില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു പഴയൊരവസ്ഥ കളഞ്ഞിട്ട് പുതിയൊന്നിലേക്ക് വരാനാണ്. പാസ്റ്റിനെ റിലീസ് ചെയ്യുക. നിങ്ങളുടെ തെറ്റുകളിൽ ഇപ്പോഴും നിങ്ങൾ സ്വയം പഴിച്ചുകൊണ്ടിരിക്കാതെ അത് ഗിൽട്ടായിട്ടും ഷെയിമായിട്ടും ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ, എനിക്ക് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ എന്ന് സ്വയം പരാതി പറയും. അതുപോലെ തന്നെ സ്വയം കെട്ടിയിടുകയും എനിക്കിതിനൊന്നും വയ്യല്ലോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ സ്വയം കെട്ടിയിട്ട് ഇരിക്കാതെ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വരാനാണ് പറയുന്നത്. ഇവിടെ പലരും അങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് നിങ്ങളിലേക്കൊരു വേക്കപ്പ് കോൾ വരുന്നുണ്ട്, പക്ഷേ അതുപോലും ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ആ ഒരു ഇന്നർ കോഡ് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റാണത്.
അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് പലതരത്തിലുള്ള സിറ്റുവേഷൻസ്, പാറ്റേൺസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നത്. തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവാം, നിങ്ങൾ അട്ടിമറികൾ നേരിട്ടിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, എന്ത് ചെയ്യണം എന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന പാഠങ്ങളാണ്. അതിൽ നിന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഇതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് നിങ്ങളോട് നീങ്ങാനാണ് പറയുന്നത്. ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്ക് പുതിയ റിലേഷൻഷിപ്പ്, പലരിലും ഇത് സ്പിരിച്വലി ഒരു അവേക്കനിങ് കൂടി ആണ് കാണുന്നത്. അതായത് അവർക്കൊരു സ്പിരിച്വലി അവേക്കനിങ്ങും കൂടിയാണ് വരുന്നത്. ചിലർക്ക് ഇത് പുതിയ ഓപ്പർച്യൂണിറ്റീസാണ്, റിലേഷൻഷിപ്പാണ്, ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു. ഏസ് ഓഫ് കപ്സ് ആണ്, അതാണ് പറയുന്നത്, ഹീലിംഗ്. അതുപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പ്, ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ്, നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ഒരു സ്പിരിച്വൽ കണക്ഷൻ, സ്പിരിച്വലി ഒരുപാട് ആൾക്കാർ സ്പിരിച്വലി ഒരു കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മളിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതിന് നിങ്ങൾ പഴയതെല്ലാം കളയണം, എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഹീലിങ്ങും അതുപോലെ തന്നെ സ്പിരിച്വലി അവേക്കനിങ് ഒക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ 4 ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ട്. അതായത് നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഹാർട്ടിലേക്ക് വന്ന് ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അത് നിങ്ങളുടെ ഏറ്റവും ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ഏറ്റവും ഇന്നറായിട്ടുള്ള ലവ് കൊണ്ട്, അൺകണ്ടീഷണലായിട്ടുള്ള ലവ് കൊണ്ട് മാത്രമേ നിങ്ങൾക്കതിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യാൻ പഠിക്കുക. ഒന്നിനെയും കണ്ടീഷൻ വെക്കാതെ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് വരേണ്ട കാര്യങ്ങളിലെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതും നിങ്ങൾക്കതിനെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ കഴിയുന്നതും. അപ്പോഴാണ് നിങ്ങൾക്ക് 4 ഓഫ് വാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ എനർജിയാണ് ഇവിടെ ഉള്ളത്. അതായത് നിങ്ങളിലേക്ക് ഒരു പുതിയ റീയൂണിയൻ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പല ആൾക്കാരും, ചിലവരൊക്കെ ആ ഒരു പാറ്റേൺ വിട്ടുപോയിട്ടുണ്ടാവും. അതിൽ നിങ്ങളിലേക്ക് എത്തപ്പെടേണ്ടവർ വീണ്ടും എത്തപ്പെടുകയും, അല്ലെങ്കിൽ പുതിയ വ്യക്തികൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാനുണ്ടെങ്കിൽ അവർ വരികയും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയ സ്പിരിച്വൽ കണക്ഷൻസ് വരികയും, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സക്സസ് വരികയും, നിങ്ങൾക്ക് നല്ല വാർത്തകൾ ഒക്കെ കേൾക്കാനും, നിങ്ങളുടെ ഹയർ എനർജിയായിട്ട്, ഹയർ സെൽഫുമായിട്ട് നിങ്ങളുടെ പാതയിൽ അലൈൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് പരിപൂർണമാക്കാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും, അതുപോലെ തന്നെ അവർക്ക് അവരുടെ പാതയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് അവരെയും ഹെൽപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിന് ആദ്യം നിങ്ങളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്ത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇന്നർ ലവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുവാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൂളാണ് വന്നിട്ടുള്ളത്. ഫൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പഴയ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും റിലീസ് ചെയ്തുകൊണ്ട് പുതിയൊരു തുടക്കം, അത് സന്തോഷത്തോടെയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തോടു കൂടിയും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. അതൊരു പുതിയ തുടക്കമാണ്. അത് ഒരുപാട് ദൂരം നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒരുപാട് റിസ്കി ആയിട്ടുള്ള യാത്രയായിരിക്കും. എങ്കിലും നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു യാത്രയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് റിസ്കിനെയും ഏറ്റെടുക്കാൻ തയ്യാറാവാനുള്ള ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾ അപ്പോഴേക്കും നേടിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ യാത്ര എത്ര റിസ്ക് ആണെങ്കിലും നിങ്ങളുടെ പാഷനിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നതും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളയുക, അതിനൊക്കെ ഫൊർഗീവ് ചെയ്യുക, ഫൊർഗെറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക. അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ
അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നിങ്ങൾക്ക് സക്സസ് ആഘോഷിക്കാനും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും സന്തോഷം കൊടുക്കാനും അതുപോലെ തന്നെ അവരിലേക്കും സക്സസ് പകർന്നു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.